ഈ ഒരു ഡിസൈൻ മുന്നേ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ ഫ്ലോറൽസിലായിട്ടുള്ള ഒരു കളക്ഷൻ മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങനെ എൻക്വയറീസ് അപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴേ അതിനകത്തുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കൈ കിട്ടിയത്. അപ്പോൾ പുതിയൊരു കളർ പാലറ്റിൽ നമ്മൾ ആ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ ചെറിയ ചെറിയ വേരിയേഷൻസോടുകൂടി കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഭഗൽപുരി ലിനനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പാറ്റേണുമായിട്ടാണ് ഇന്നത്തെ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് അധികം ലൂസി ആൻസൊന്നും കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ആയതുകൊണ്ട് അങ്ങനെ വരത്തൊന്നുമില്ല. ഇൻസൈഡ് പോർഷനൊക്കെ നല്ല ക്ലീനും നീറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ക്യാഷ്വൽ പ്ലീറ്റ്സ് ഇടാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫെമിലിയർ ആണ്. അപ്പോൾ ദിസ് ഇസ് ദി 1 ലെയർ ട്രാൻസ്പെറൻസി. അപ്പോൾ അത്രയ്ക്ക് ലൈറ്റായിട്ട്, പക്ഷേ സിംഗിൾ ലെയർ ഇടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് നമുക്ക് ബ്ലൗസ് ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. ഹുക്ഡ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ലെയർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തികേടായിരിക്കും. നമുക്കത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണെങ്കിൽ 1 ലെയറിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് പ്രിൻസസ് കട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളർ പാലറ്റിൽ 3 കളേഴ്സാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് എ വെരി ലൈവ്ലി കോമ്പിനേഷൻ ആൻഡ് ദിസ് ഇസ് എ ഗുഡ് ഓൾഡ് കോമ്പിനേഷൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ. ഇതും എനിക്ക് വളരെ ഫ്രഷ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. നമുക്കൊരു ഈ കളേഴ്സൊക്കെ നമുക്ക് ഇനി ഇപ്പോൾ വരുന്ന സീസണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലുക്കാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസാണ്, നമുക്ക് ഉടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ എളുപ്പമായിട്ടുള്ള മെറ്റീരിയൽ. സോ ദിസ് മേക്സ് ഇറ്റ് വെരി ഗുഡ് ഫോർ യുവർ എവറി ഡേ വെയർ. നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാനും വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാനും 9 to 5 നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി വിൽ വാണ്ട് കംഫർട്ട്. നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ, അതിനകത്ത് കളർ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് നോക്കാം. ആൻഡ് ഇതിനകത്ത് ലൈൻ വീവ്ഡ് ആയിട്ടുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത്. അപ്പർ പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് 1 ലെയറിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ലുക്ക് നോക്കാം. 1 ലെയറിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ലെവലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഏകദേശം ഒരു 12 to 12 ഇഞ്ചോളം അടുത്ത് അതിനകത്ത് ആ ഒരു വെട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എംബ്രോയിഡറി പാറ്റേൺ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഭഗൽപുരിയിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന ഒരു പല്ലു പാറ്റേൺ ആണ് അതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് റണ്ണിങ്ങിലുമാണ് വരുന്നത്. സീ ഗ്രീൻ ഷെയ്ഡിൻ്റെ കൂടെ വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ വിത്ത് ഒരു ഒലിവ് ഗ്രീനിൻ്റെ പാറ്റേണിലാണ് എൻ്റെ കളർ ഡിസൈൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ അകത്ത് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഒക്കെ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പിങ്ക് ഷെയ്ഡ് ഒരു ഏർലി ടിൻറ്റ് വരും, കാരണം പകൽപൂരിക്കകത്ത് നമുക്ക് ആ ഒരു ബ്രൗൺ ടോണിൽ വന്നിരിക്കുന്ന ഒരു യാണും കൂടെ അതിൻ്റെ അകത്ത് വന്നിട്ടാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈല് വന്നിരിക്കുന്നത്. ഇപ്പോൾ റെഡ്, പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫ്ലോറൽസ്. റോസ് തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ബ്ലൗസ് നമുക്ക് റണ്ണിങ്ങിൽ തന്നെയാണ്, വേറെ ചേഞ്ച് ഒന്നും അതിനകത്ത് വരുന്നില്ല. അത്യാവശ്യം ലെങ്തും വിട്ടുമൊക്കെ ഉള്ള സാരിയാണ് കേട്ടോ. കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ഇത് വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഫസ്റ്റ് വാഷ് നമുക്ക് ഒന്ന് എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈറ്റ് കളർ ആണെന്നാലും നമുക്കൊന്ന് ഫസ്റ്റ് വാഷ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിനകത്ത് അങ്ങനെ ടസർ ലൈക്ക് ഫിനിഷ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യുന്നതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക്. നല്ലൊരു ഫ്രഷ് കളർ കോമ്പിനേഷൻ. ആ ഒരു ബേജിനകത്ത് നമ്മൾ ഏത് ഷെയ്ഡ്, ബേജ്, വൈറ്റ് ടോൺസ്, ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ്, ഗ്രേ, ഈവൻ ഗ്രേ, നമുക്ക് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് വയലറ്റ് വിത്ത് ഒരു വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ്റെ അകത്ത് വന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് NHS 218 ആണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1699. കംഫർട്ടബിൾ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചുമാണ്. നല്ല കളർ കോമ്പിനേഷൻസും ആണ് ഇത്. എസ്പെഷ്യലി ഇറ്റ്സ് റിയലി പ്രിറ്റി. അപ്പോൾ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ട്രൈ. ഈ ഒരു സാരിയുടെ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ഈ ഒരു സ്പെസിഫിക് ആയിട്ട് ഞാൻ മാറ്റിയെടുത്ത് കാണിക്കുവാണ്. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി സംതിങ് പെർഫെക്റ്റ് ഫോർ ദ നെക്സ്റ്റ് വിഷു. വിഷുവിന് കമ്മിങ് അപ്പ് ടൈമിങ്ങിൽ ആ ഒരു സമയമാണ് നമ്മളിപ്പോൾ എല്ലാവരും ആ ഒരു ഷോപ്പിംഗ് ലുക്സ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ലുക്ക്. വൈറ്റ് ബേസ്, ആ ഒരു ഓഫ് വൈറ്റ്, ക്രീം ഓഫ് വൈറ്റ് ബേസിൻ്റെ അകത്ത് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കസവ് സാരികൾ ലുക്ക്. പക്ഷേ ഇത് ആക്ച്വലി ഭഗൽപുരിയിൽ നിന്ന് ചെയ്തേക്കുന്ന സാരിയാണ് വിത്ത് ജറി ബോർഡർ. കസവിൻ്റെ ആ ഒരു ഫീൽ അതിനകത്ത് വരുന്നുണ്ട്. പ്ലസ് വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി.
നല്ലൊരു ബ്ലൂ ഷെയ്ഡിനകത്ത് ഓവറായിട്ട് ലക്നൗവിയുടെ സിമിലർ പാറ്റേൺസിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അത് കളേർഡായിട്ട് മൾട്ടി കളേർഡായിട്ട് ഗ്രീൻ, റെഡ് ആൻഡ് ദെൻ വി ഹാവ് ഒരു നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ്, അത് ബ്ലൂ ഔട്ട്ലൈനിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. പല്ലു ഫുള്ളായിട്ട് വർക്ക്ഡാണ്. ബ്ലൗസ് ഇതിനകത്ത് പ്ലെയിൻ ലുക്കിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കോൺട്രാസ്റ്റ് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആ ഒരു കാസവ് ബ്ലൗസ് പോലെ തന്നെ ഇരിക്കും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. ആൻഡ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ ഡ്രേറ്റ് പിക്ചേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. NHH217 എന്ന കോഡിൽ 1699 റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല്ലു വരേക്കും ഫുള്ള് വരുന്നുണ്ട്. നല്ല ലോങ് പല്ലുവാണ്, എഡ്ജ് ടു എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 ലെയറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി പിടിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. ആണ് അതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ വന്നിരിക്കുന്ന സാരിയുമാണ് കേട്ടോ. ഇത് നമുക്ക് ലോവർ പോർഷനിലോട്ട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 13 ഇഞ്ചോളം നമുക്ക് അതിനകത്ത് വർക്ക് വന്നിട്ടുണ്ട്. 13 ഇഞ്ചോളം വർക്ക് വന്നിട്ടുണ്ട്. ബ്ലൗസ് വിത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൗസ് എന്തെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ യൂണിറ്റിനെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഡു നോട്ട് മിസ് ദിസ് സാരി. ദിസ് ഇസ് എ റിയലി പ്രിറ്റി ഓപ്ഷൻ ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ വൈസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ NHH217 സമ്മർ വാർഡ്രോബ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് ചില ക്ലോതിങ് മെറ്റീരിയൽസ് നമുക്കറിയാം, നമുക്ക് എപ്പോഴും നമുക്കൊരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ചീത്തയിപ്പ് കഴിഞ്ഞാലും വാങ്ങിക്കത്തില്ലേ, അതുപോലെയാണ് കേട്ടോ. ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കിതിപ്പോൾ ഈവൻ നമ്മുടെ കയ്യിൽ മുന്നേ ബത്തീക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളത് വോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ യു സ്റ്റിൽ ഹാവ് ടു ഹാവ് ബത്തീക്സ് ഇൻ യുവർ വാർഡ്രോബ്. കാരണം ഇതൊക്കെ സ്റ്റാൻഡേർഡ് പാറ്റേൺസ് ആണ്. നമ്മളിനി അടുത്ത സമ്മർ വരുമ്പോഴും ഇതുപോലെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പർനെറ്റ് കോട്ടയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. നമുക്ക് ഇപ്പം ബത്തീക്സ് ഉണ്ടെങ്കിലും യൂഷ്വലി നമ്മളുടെ കയ്യിലുണ്ടാവുക ആ ഒരു മറൂൺ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് മറൂൺ ഷെയ്ഡിലോ ഇൻഡിഗോസിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ കളേഴ്സ് ആക്ച്വലി ഇസ് വെരി നൈസ്. ആൻഡ് ദിസ് ഇസ് സംതിങ് വെരി സിമിലർ ടു ഇൻഡിഗോ, പക്ഷേ കളർ ബ്ലീഡിങ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡിഗോസ് എന്തായാലും നമുക്ക് ഗ്യാരണ്ടി ആണ് കളർ ബ്ലീഡ് ചെയ്യും എന്നുള്ളത്. ആൻഡ് നമ്മളത് സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഒന്ന് വാഷ് ചെയ്തിട്ടേ നമുക്കത് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ദിസ് ഇസ് എ വെരി കൺവീനിയൻറ്റ് ഓപ്ഷൻ. സൂപ്പർനെറ്റ് കോട്ടയിലാണ് വന്നിരിക്കുന്നത്. ബത്തീക് പ്രിന്റഡ് ആയിട്ടുള്ള ലുക്കിലാണ്. ടോപ്പും ദുപ്പട്ടയും ബത്തീക് പ്രിന്റിങ്ങിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു സ്ലബ് റയോണിലാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ. കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. റയോൺസ് എപ്പോഴും നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഫുൾ ബത്തീക് പ്രിന്റിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള സെറ്റ്സിനകത്ത് either you can go for the standard pattern, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് നെക്ക് ലൈനിൽ മാത്രമൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ആഡ് ചെയ്ത് ചെയ്യണമെങ്കിലും കൺവീനിയൻ്റ് ആയിട്ട് പറ്റും കേട്ടോ. യോക്കിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു യോക്ക് ഷേപ്പിൽ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലൊക്കെ ആഡ് ചെയ്യണമെങ്കിലും ചെയ്യാം. ഇത് ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 1199 റേഞ്ചിൽ വന്നിരിക്കുന്ന സൽവാർ സെറ്റാണ്. ആൻഡ് കോൺട്രാസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരു കംഫർട്ട് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂപ്പർനെറ്റ് കോട്ടയാണ്. അപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ച് ലൈൻസിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഒത്തിരി ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സ്ട്രെച്ച്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഫിനിഷിങ് അവിടെ പോകാനുള്ള ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് സ്ലീവും എൽബോ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഗോ ഹെഡ് ആൻഡ് സ്റ്റിച്ച് ഇറ്റ് വിത്തൗട്ട് ലൈനിങ്. പക്ഷേ എൽബോയ്ക്ക് താഴെ 3/4 ലെങ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൈയ്യൻ്റെ അവിടെയൊക്കെ മടങ്ങുന്നിടത്ത് അത് വിതൗട്ട് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റി കുറയാനുള്ള ചാൻസസ് കൂടും കേട്ടോ. അതുകൊണ്ട് എൽബോ ലെങ്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ വിത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. പിന്നെ പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് പാറ്റേൺസ് പോകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇല്ല നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് പാറ്റേൺസിൽ എത്തിക്കൊണ്ടെന്നുണ്ടെങ്കിൽ ഓൾട്ടർനെക്സ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ലൊരു നല്ല പാറ്റേൺസ് ആണ്. അങ്ങനത്തെ ഉള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നമുക്കതിനകത്ത് ട്രൈ ചെയ്യാനും പറ്റും. ആൻഡ് കോൺട്രാസ്റ്റ് കാസിൽസ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് സിമിലർ ടു ഇൻഡിഗോ, പക്ഷേ ഒരു ഗ്രേ ടോൺ അതിനകത്ത് വന്നിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ടോണാണ്. ഒരു മെഹന്തി
ഒലിവിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. കുറച്ച് ഡാർക്ക് ടോണിലാണ് എൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ആമി ടോണിലോട്ട് പോയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം ഡാർക്ക് ഷെയ്ഡിൽ ഇപ്പോൾ ഈ ഒരു ഫീല് ലൈറ്റായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ഹെഡ് ആൻഡ് പുട്ട് എ ഡാർക്കർ ലൈനിങ് ഓൾസോ വിത്ത് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. രണ്ട് സൈഡിലും ഒരേ നീറ്റായിട്ടുള്ള ലുക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് വൈറ്റിഷ്നെസ് ഇല്ലാതെ വരുന്ന ദുപ്പട്ടാസ് ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫിനിഷിങ് ഐ ലൈക്ക് ഇറ്റ് ബെറ്റർ. പേഴ്സണൽ ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ ഗ്രീൻ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാത്തിനകത്തും കൊടുത്തേക്കുന്നത്. ആൻഡ് ദെൻ ഇത് ബത്തീക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് വാഷ് നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യുക. നമ്മൾ മറ്റ് കളേഴ്സിൻ്റെ കൂടെ ഇട്ട് വാഷ് ചെയ്യാതിരിക്കുക. അതാണ് എൻ്റെ നെക്സ്റ്റ് വൺ. ആൻഡ് പിന്നെ ഇതിനകത്ത് ചെയ്യാവുന്ന ഓപ്ഷൻസ്, നമുക്കൊരു ലൂസ് ഫിറ്റിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ വിതൗട്ട് ലൈനിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്ലിപ്പ് കൊടുക്കുക. ആൻഡ് ഒരു യോ കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലെയർഡ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഈവൻ കഫ്താൻ പോലെ ഇപ്പോൾ ബത്തീക്കിൻ്റെ സലാ സെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് ഇൻ ടു എ കഫ്താൻ. നല്ലതായിരിക്കും. ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. കുറച്ചുകൂടെ ബ്രൈറ്ററായിട്ടാണ് ബോട്ടം നിൽക്കുന്നത്. ഒരു സ്ലബ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. SWൻ്റെ കോഡിലാണ് നിൽക്കുന്നത്. SW1641, പ്രൈസ് 1199.